ഇന്ന് ഓണം റെസിപ്പിയിലെ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ അച്ചാറിടാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, എള്ളെണ്ണയാണ് നല്ലത് അച്ചാറിന്, നല്ലെണ്ണ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഇത് കറിവേപ്പില, 2 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, പിന്നെ 1 കുടം വെളുത്തുള്ളി. ഇതിനി കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇടാം. ഇനി കടുക് പൊട്ടി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പില ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഏറ്റവും ചെറിയ തീ വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, മുളക് പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ ഇടാം. ഈ സ്പൂണിന് ഒന്ന് മൂക്കാൻ വേണ്ടി ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കാം. അതിലേക്ക് ഡേറ്റ്സ് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതിടാം. ചെറിയ തീയിലിട്ട് വഴറ്റാം. അതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ഒഴിക്കാം. ഇത് 10 നാരങ്ങയുണ്ട്. 10 നാരങ്ങ ഒരു കുറച്ച് ഉപ്പിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ചാൽ ഇപ്പോൾ 10 ദിവസമായി വെച്ചിട്ടത്. ഇങ്ങനെ വെക്കുന്നില്ലെങ്കിൽ നാരങ്ങ ആവിയിൽ പുഴുങ്ങിയിട്ട് അരിഞ്ഞെടുത്താൽ മതി. അതിലേക്കിടാം. ഉപ്പും നാരങ്ങയുടെ അരിഞ്ഞ് കുപ്പിയിലിട്ട് വെയിലത്ത് വെച്ചതാണ്. ഉപ്പ് ഇതിലുണ്ട്, കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിരിക്കട്ടെ. ഇതിപ്പോൾ 5 മിനിറ്റായി വെച്ചിട്ട് ഇനി ഇത് ഓഫാക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കാം.